ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചാള ചേമ്പിട്ട് കറി വെക്കുന്നുണ്ട്. തേങ്ങ അരച്ച് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് കറി വെക്കില്ല, അതാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ചാള നന്നാക്കി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചേമ്പ് ചേമ്പാണ്. ചെറിയ ചേമ്പ് കടകളിലൊക്കെ കിട്ടും. ഇപ്പോൾ ചേമ്പിൻ്റെയൊക്കെ സമയമാണ്. അപ്പോൾ ചേമ്പൊക്കെ കടയിലൊക്കെ കിട്ടും കേട്ടോ എല്ലാവർക്കും. അപ്പോൾ ഈ ചെറിയ ചേമ്പ് ഞാൻ കഴുകി മുറിച്ച് വെച്ചിട്ടുണ്ട്. കറിക്ക് ആവശ്യമായി ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി ഇവയെല്ലാം നമുക്ക് ചതച്ചെടുക്കാം. അരിയാ ഞാൻ ചതച്ചെടുക്കണം എല്ലാവരും കൂടി. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ചട്ടി വെക്കാം. ചട്ടി അടപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ചൂടായിട്ട് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴണ്ട് വരുമ്പോൾ നമുക്ക് ഞാൻ പച്ചമുളക് അരിഞ്ഞാട്ട് എടുത്തിരിക്കുന്നത്. പച്ചമുളക് രണ്ടായിട്ട് പൊളിച്ചിട്ടിട്ടുണ്ട്. ഞാൻ ചതച്ചിടണമെങ്കിൽ അങ്ങനെ ഇടാം, എരിവിനനുസരിച്ച് ഇടാം. ഞാൻ 2 പച്ചമുളക് എടുത്തിട്ടുള്ളൂ. ഓരോരുത്തരും എരിവിനനുസരിച്ച് ഇഷ്ടം പോലെ ഇടാം കേട്ടോ. ആവശ്യാനുസരണം ഇവിടെ എരിവിനനുസരിച്ച് നല്ലോണം ഒന്ന് വാടി വരട്ടെ. ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നല്ലോണം വാടി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിനകത്തേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. നല്ല എരിവുള്ള മുളക് പൊടിയാണ്, അതുകൊണ്ട് ഞാൻ 1 ടീസ്പൂൺ ഇടണം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. പൊടികളുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. നമുക്കിനി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് കേട്ടോ. ഇതിനകത്തേക്ക് ആവശ്യമായ കുടപ്പുളി, ഞാനൊരു ചെറിയ 2 കഷ്ണം കുടപ്പുളി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴുകി നല്ല വൃത്തിയാക്കി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ചേമ്പിന് കുടപ്പുളി തന്നെ ഇട്ടിട്ടുള്ളത് നല്ലത്. ഞാൻ ഉപ്പിട്ടുണ്ട് കേട്ടോ, അത് വീഡിയോ പിടിക്കാൻ മറന്നുപോയി. ആവശ്യത്തിന് ഉപ്പിട്ടുണ്ട്. നമുക്കിനി തിള വരട്ടെ, എന്നിട്ട് ബാക്കി ചാളയും ചേമ്പൊക്കെ ഇട്ട് കൊടുക്കാം. കറി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിനകത്തേക്ക് കഴുകിയ ചാള ഇട്ട് കൊടുക്കാം. ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാത്തവരാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഈ ചേമ്പൊക്കെ കിട്ടും. ഇപ്പം ചേമ്പിൻ്റെ നല്ല ചാളയുടെയൊക്കെ സമയമല്ലേ. ചേമ്പ് ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒന്ന് നല്ലോണം ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് തിള വന്നിട്ട് നമുക്ക് ഫ്ലെയിം കുറച്ചിട്ട് വറ്റിച്ചെടുക്കാം. കറി തിളച്ച് വന്നിട്ട് നമുക്കൊന്ന് ചുറ്റിച്ച് കൊടുക്കാം കേട്ടോ. ഇനി തീ കുറച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ചേമ്പ് വേവണമെങ്കിൽ തീ കുറച്ചിടണം കേട്ടോ. ഒരല്പം ഉപ്പ് കുറവുണ്ട്, ഇത്തിരി ഉപ്പിട്ട് കൊടുക്കട്ടെ. നമുക്ക് തീ കുറച്ചിട്ട് ഇനി ഇത് വേവിച്ചെടുക്കാം. കറി നല്ലോണം ചേമ്പൊക്കെ വെന്ത് നല്ല കുറുകി വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ചാള ചേമ്പിട്ട കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി വെക്കണം. അതിലെ വീഡിയോ കാണുന്ന എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ.